വിരിയും മുമ്പേ കൊഴിഞ്ഞ പുഷ്പം എന്ന ഐതിഹാസികമായ ചരിത്രകഥയിലേക്ക് സ്വാഗതം. നബിയുള്ള ദിനമൊന്നിൽ മക്ബറയിൽ നടക്കുമ്പോൾ കാഴ്ച ഒന്ന് നയന്ത് കണ്ണിൽ. ഒരുത്തൻ പുത്തൻ കബറിന്മേൽ കമിഴ്ന്ന് കിടന്ന് കരയുന്നു ഹമ്മാൽ. കണ്ടാൽ മിഴി നിറയും അതിവിധമാൽ. ബോധം അവനിക്കില്ല, കരച്ചിലാണ്. മനസ്സം വിങ്ങും വിധം അവസ്ഥയാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്ര സംഭവമാണ് നിങ്ങൾക്ക് മുമ്പിൽ വിവരിക്കുന്നത്. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ശ്മശാനത്തിലൂടെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് ശ്മശാനക്കട്ടിനരികിൽ എത്തേണ്ട താമസം ഒരു വേള മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പകച്ചുപോയി. എന്ത്? ആ ശ്മശാനക്കാട്ടിൽ പുതിയ ഒരു ഖബർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. മാത്രവുമല്ല, ആ ഖബറിൻ്റെ മുകളിൽ പൊട്ടി കരഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ അവിടെ കിടന്ന് വിലപിക്കുന്നു. ആര് കണ്ടാലും ഈ രംഗം കണ്ടാൽ ഒന്ന് നോക്കിപ്പോകുന്ന രൂപത്തിൽ ആ മനുഷ്യൻ ഖബറിൻ്റെ മുകളിൽ അട്ടഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനിക്ക് ബോധമാണെങ്കിലില്ല, ബോധമില്ലാത്ത മനുഷ്യനോട് എന്ത് ചോദിച്ചറിയും? ഏതായാലും മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തെന്നറിയുമോ? ഞെട്ടി ഉണർത്തി ബുക്കായിൻ്റെ കാരണം തേടിയിടുന്നു. എന്താണ് നീ തേങ്ങിയിടുന്നേ? ഏത് വിധത്തിൽ കരഞ്ഞിടുന്നേ? കൽബിനാലറ്റുന്ന ദുഃഖമെന്താം? ഈ സ്ഥിതി എത്തുവാൻ കാര്യം എന്താം? പറയൂ നീ ദുഃഖത്തിൻ ഹേതു എന്താ? ഇവിടെ കിടന്നു നീ കേഴുന്നെന്താം? ചൊല്ലൂ നീ കാര്യം ഒന്ന്, എന്നിൽ തേങ്ങാനുള്ള അവസ്ഥയൊന്ന്. ഉടനെ തന്നെ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാം ശ്മശാനത്തിലേക്ക് ഖബറിൻ്റെ അടുക്കിലേക്ക് നടന്നെടുക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ ഖബറിൻ്റെ മുകളിൽ പൊട്ടിക്കരയുന്നുണ്ടെങ്കിലും ബോധം അദ്ദേഹത്തിന് ഇല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. ഈ സമയത്താണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിനെ തൊട്ട് തലോടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധം തെളിഞ്ഞു വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനോട് റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, എന്താണ് ഇതുവിധത്തിൽ ഈ ഖബറിൻ്റെ മുകളിൽ കിടന്നുകൊണ്ട് ഉരുളുന്നത്? എന്താണ് ഈ ഖബറിൻ്റെ മുഖത്ത്, ഈ ഖബറിൻ്റെ മുകളിൽ നിങ്ങൾ കിടന്ന് കരയാൻ കാരണം എന്താണ്? എല്ലാ സംഭവങ്ങളും തുറന്നു പറയൂ, എന്താണ് പ്രശ്നം, എന്നോട് പറയൂ എന്ന് മഹാനായ റൂഹുല്ലാഹി നബി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, വിങ്ങി വിങ്ങി കാര്യം മറുത്യന്നുരക്കും നേ, വിങ്ങുന്ന കൽബിൻ്റെ നോവ് വീരുത്തും നേ. മുത്ത് നബിയെ ഞാൻ നന്നേ ചെറുപ്പത്തിൽ വേളി കഴിച്ചല്ലോ ഒരു തീയെ പിരിശത്തിൽ. മൊഞ്ചത്തിയാളോത്ത് നാള് കഴിച്ചല്ലോ മൊട്ട് വിരിയുവാൻ കാത്ത് കഴിഞ്ഞല്ലോ. സ്നേഹത്തിൻ തോപ്പിലായി ആറാടി രസിച്ചല്ലോ മോഹമണി കോട്ട ഏറെ പാടുത്തല്ലോ. നാൾക്കു നാൾ സ്നേഹം രൂപി പെരുകും നേ വർണ്ണനാദീനത്തിൽ നിന്നും കവിയും നീ. പെട്ടെന്നതാ
ആ മനുഷ്യനോട് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി ഇസ്ലാം സംഭവം വിവരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്, നബിയെ, ഞാനെൻ്റെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവളോടൊത്ത് ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് നാളുകൾ തള്ളി നീക്കാനുള്ള ആ സുഖാഡംബരങ്ങളുമൊത്ത് കഴിഞ്ഞുകൂടാനുള്ള മോഹവുമായി ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പല പല ചിന്തകളും നാമ്പിട്ടുകൊണ്ട് സുന്ദരമായ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള മോഹവുമായി ഞാനിങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഈ സമയത്താണ് സന്തോഷത്തോടെ കഴിഞ്ഞല്ലോ കൊല്ലങ്ങൾ 5 തികഞ്ഞല്ലോ, അന്നേരം ബീവിയിൽ ബുലൂഇൻ കാലം തികഞ്ഞല്ലോ, മൊട്ടുവിരിഞ്ഞല്ലോ മോഹ മൊട്ടുവിരിഞ്ഞല്ലോ, അനുഭൂതി കൽബതിൽ വന്ന് പിറന്നല്ലോ, അനുദീനം പ്രേമത്തിൻ മൊട്ട് വിടർന്നല്ലോ, പിരിശത്താൽ പൂവിയും ഒത്തുള്ള ജീവിതത്താൽ എൻ്റെ കൽബ് കുളിർത്തല്ലോ, മോഹം തീരും നാളൊത്തല്ലോ. അങ്ങനെ ഞാൻ സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അങ്ങനെ കഴിഞ്ഞുപോയി എന്ന് മാത്രമല്ല, 5 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. അങ്ങനെ ഒരുമിച്ച് ജീവിച്ചു എന്ന് മാത്രമല്ല, പെട്ടെന്നാണ് എനിക്ക് താങ്ങാനാവാത്ത ആ സംഭവം നടന്നത്. എന്തായിരുന്നു സംഭവം എന്ന് കവി തന്നെ പറയട്ടെ. അതിനു മുമ്പ് പൊലിഞ്ഞുവല്ലോ എൻ്റെ മണിമോഹങ്ങൾ, തകർന്നുവല്ലോ എന്നെ മാണവി, കിടപ്പിലായി അവള് രോഗത്താലേ തളർന്ന് പോയി. ബാക്കി അടുത്ത എപ്പിസോഡിൽ